എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് എന്നെ ഒരു അമ്മാവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ കൃത്യമായിട്ട് വീട്ടിലേക്ക് പൈസ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 4 മാസമായിട്ട് അവൻ പൈസ കൃത്യമായിട്ട് അയക്കുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ മരുന്നിനുള്ള ചിലവ് മുട്ടിപ്പോകുന്നുള്ളൂ. ഇളയ മകനാണെങ്കിൽ അവനവൻ്റെ കുടുംബവും ഭാര്യയും കുട്ടികളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹം നാട്ടിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, കഴിഞ്ഞ ഡിസംബറിൽ വരാമെന്ന് പറഞ്ഞാണ്, വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് വന്നത് എന്താണെന്ന് ചോദിച്ചു. പോയ പിന്നെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പോയതിൽ പിന്നെ ഇതുവരെ തിരിച്ച് നാട്ടിലേക്ക് ലീവിന് പോലും വന്നിട്ടില്ല. അപ്പോൾ പോയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, 2005 പോയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സുണ്ട്. അതായത് 21 വയസ്സിൽ 2005 21 വയസ്സുള്ള അദ്ദേഹം വിദേശത്ത് പോവുകയും 19 വർഷമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാതിരിക്കുകയും കഴിഞ്ഞ 4 മാസമായിട്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് കൃത്യമായിട്ട് പൈസ അയക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന് പറയുന്ന പരാതിയാണിത്. ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. നിങ്ങൾക്കെന്താണ് ഇത് കേട്ടിട്ട് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക.